ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐഫോൺ 15 കുറിച്ചിട്ടുള്ളതാണ്. സോ ഈ 15 എന്ന് പറഞ്ഞ ഡിവൈസ് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തൊരു ഡിവൈസാണ്. എൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ നിലത്ത് വീണിട്ടുണ്ട്. റീൽസ് കാണാൻ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ് കോണ്ടന്റ്സ് കാണാനൊക്കെ നല്ല വൃത്തിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, ഞാൻ റെഫർ ചെയ്തെടുത്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ യൂസർ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. എനിക്ക് 15 ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. കാരണം ഈ ഐഫോൺ 13 12 ഒക്കെ മെയിൻ പ്രശ്നമായിരുന്നു ഷെയ്ഡ് ബീഡിങ്സിൽ നിന്ന് പെയിന്റ് ഇളകി പോകാന്നുള്ളൊരു പ്രശ്നം. കാരണം നമ്മൾ ഒരു വർഷം പോലും ആവേണ്ട ആ ഫോണിൽ നമ്മൾ കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുക, അതല്ലാതെ തന്നെ റഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെയിന്റ് ഇളകി പോകുന്ന ഒരു പ്രശ്നം ഷെയ്ഡ് ബീഡിങ്സിലാണ് മെയിനായിട്ട് ഈ പ്രശ്നം ഞാൻ കണ്ടത്. അതേപോലെ തന്നെ ക്യാമറ ലെൻസിൻ്റെ അവിടെയും 13 സീരീസിൻ്റെയും 12 സീരീസിൻ്റെ ഒക്കെ പെയിന്റ് പെട്ടെന്ന് പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 15 എന്ന് പറയുന്ന ഫോണത്തൊക്കെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണ്. ഷെയ്ഡ് ബീഡിങ്സിൽ നിന്ന് പെയിന്റ് ഇളകുന്നതോ അല്ലെങ്കിൽ ക്യാമറ ലെൻസിൻ്റെ ഭാഗത്ത് കളർ ഫീഡ് ആവുന്നതോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ റഫ്യൂസ് ചെയ്ത ഫോണാണ്. ഏത് രീതിയിൽ നിലത്തൊക്കെ വീണിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ബാക്ക് ഗ്ലാസിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ കേസിലാണ്ട് യൂസ് ചെയ്തവർക്ക് നിലത്ത് വീണ സമയങ്ങളിൽ ചളുക്കൊക്കെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ഡെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ നോർമലായിട്ടൊരു കാര്യമാണ്. കാരണം ഒരു മെറ്റലായിട്ടൊരു ഒബ്ജക്റ്റ് നിലത്തേക്ക് വീഴുമ്പോൾ ചളുക്കും കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ ബാക്ക് ഗ്ലാസ് ബ്രോക്കൺ ആയിട്ടുള്ള കേസുകൾ ഞാൻ 15 പറ്റി അറിഞ്ഞിരിക്കുന്നത് വളരെ കുറവാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിലത്തിട്ട് പൊട്ടൂലെന്ന് ചെയ്യാൻ ശ്രമിക്കേണ്ട. കാരണം വളരെ കോസ്റ്റ്ലിയാണ് എൻ്റെ ബാക്ക് ഗ്ലാസ് റിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 15 സീരീസിന് ഡിസ്പ്ലേ ഇഷ്യൂ ഞാൻ കേട്ടിട്ട് തന്നെയില്ല. ഈ 13 സീരീസൊക്കെ ഇറങ്ങുന്ന സമയത്തെന്ന് പറയുമ്പോൾ ഒരു വർഷമൊക്കെ തികയുമ്പോൾ തന്നെ ഡിസ്പ്ലേ പച്ചയാവുക വെള്ളയാവുക എന്നുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കേട്ടതാണ് കണ്ടതുമാണ്. പക്ഷേ ഐഫോൺ 15 പ്രോ അല്ല, പ്രോ മാക്സ് അല്ല ഞാൻ പറയുന്നത്, ഐഫോൺ 15 കുറിച്ച് ഞാൻ ഇതുവരെ ഡിസ്പ്ലേ പച്ചയാവുന്ന ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അപ്ഡേറ്റ് ഇഷ്യൂസ് ഒന്നും ഈ ഫോണിനെ പറ്റി നിലവിൽ ഞാൻ കേട്ടിട്ടില്ല. സോ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ലൈനപ്പിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ഒരു ഐഫോൺ തന്നെയാണ് ഐഫോൺ 15 എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഇത് ഭാവിയിൽ എന്താവും എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഒരു വർഷത്തെ യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അടുത്ത 2 3 4 വർഷങ്ങളിൽ ഇത് എന്താവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനും നോർമലായിട്ട് ഫോൺ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ അറിവിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 15 ഡിസ്പ്ലേയുടെ പ്രത്യേകത അത് മാത്രമല്ല, ഡൈനാമിക് ഐലൻഡ് വരുന്ന ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. കാരണം നമുക്കൊരു ഫ്രഷ് ഫീൽ എപ്പോഴും കിട്ടുന്നുണ്ട്. നമുക്കത് മാത്രമല്ല, ഒരു പ്രൗഡ്ലി ഒരു 15 പ്രോയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു പ്രോ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. സോ ഈ 15 പ്രോയുടെയൊക്കെ ഏകദേശം സെയിം ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ. ഞാനീ പറയുന്നത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. സോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സംഭവം 60 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായ സംഭവം ഒന്നും ഈ ഡിസ്പ്ലേയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും മടുപ്പില്ലാതെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന സംഭവം വെയിറ്റ് അഹെഡ് ആണ്. നമുക്ക് അടിപൊളിയായിട്ട് ഇത് നമുക്ക് യൂസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിക്ക് ആവുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ ഗാർഡ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ഒന്നും അല്ല 15 എന്ന് പറയുന്ന ഫോൺ. സ്ക്രാച്ച് ഒക്കെ ആവും. നിങ്ങളുടെ കയ്യിൽ മെറ്റലായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ വെക്കുമ്പോൾ നിലത്തേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്ക്രീൻ ഗാർഡിൽ തന്നെ സ്ക്രാച്ച് ആവും. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ പൊട്ടിയ കേസുകൾ ഞാൻ അറിഞ്ഞിരിക്കുന്നത് കുറവാണ്. പൊട്ടാറുണ്ട്. നല്ല കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനോടെ തന്നെ ഫോൺ യൂസ് ചെയ്യുക. മെയിനായിട്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഐഫോൺ 13 14 നിന്ന് 15 വരുമ്പോഴേക്കും ഇതിൻ്റെ ഇയർ സ്പീക്കറിൻ്റെ നെറ്റിൽ നമുക്ക് പൊടി കയറുന്നത് ഒരു പരിധി വരെ കുറവാണ്. ഈ വീഡിയോ എഡിറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ക്യാമറ അധികം നേരം യൂസ് ചെയ്യുക. അതായത് ഫോൺ നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ ഫോൺ ചൂടാവുന്നുണ്ട്. പക്ഷെ നോർമലായിട്ട് കോളിങ് കാര്യങ്ങൾ അവരുടെ നോർമൽ യൂസ് വാട്സപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഫേസ് ചെയ്തിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഫോൺ ഇപ്പോഴും ഹീറ്റ് ആവുന്നുണ്ട്. 15 മെയിൻ ഒരു ഹൈലൈറ്റ് ആയിരുന്നു സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട് എന്നുള്ളത്. അത് നമുക്ക് നല്ല രീതിക്ക് ഉപകാരവുമുണ്ട്, അതേപോലെ തന്നെ ഉപദ്രവമുള്ളൊരു സാധനമാണ്. എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് നല്ല ബ്രാൻഡ്സിൻ്റെ, ഞാൻ എടുത്ത് പറയണം, നല്ല ബ്രാൻഡുകളുടെ ചാർജേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വലിയ രീതിക്ക് ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും 15 സീരീസിൻ്റെ സി ടൈപ്പ് പോർട്ടുകൾക്ക് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. മാക്സിമം കേബിൾ എപ്പോഴും ഒറിജിനലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അഡാപ്റ്ററും അതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിനകത്ത് സാംസങ്ങിൻ്റെ വയർഡ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സി ടൈപ്പ് വയർഡ് ഹെഡ്ഫോൺസ് നല്ല റെസ്പോൺസ് ആണ്. യാതൊരു ബുദ്ധിമുട്ടും ഞാൻ ഫേസ് ചെയ്താൽ നമുക്ക് നല്ല അത്യാവശ്യം പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് OTG പെൻഡ്രൈവ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് സി ടൈപ്പ് OTG പെൻഡ്രൈവ് ഡയറക്റ്റ് കുത്തി നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പിന്നെ ഐഫോണിൻ്റെ ക്യാമറാസ്, അതിനെപ്പറ്റി എടുത്ത് പറയണം. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു സംഭവം അതാണ്.
ഈ 15 ക്യാമറാസ് വർ റിയലി ഗുഡ്. അത് പല സിറ്റുവേഷൻസിലും പല രീതിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ നല്ല ഔട്ട്പുട്ടാണ് 15 തന്നിരിക്കുന്നത്. 2 ലെൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നമ്മൾ ഷോട്ട്സ് എടുക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം തൃപ്തി കിട്ടില്ല. കാരണം അതങ്ങനെയാണ്. ക്ലോസർ ആയിട്ട് നമുക്ക് ഷോട്ട്സ് എടുക്കാൻ പോകുമ്പോൾ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നോർമൽ 15 സീരീസിന് ഇച്ചിരി കുറവാണ്. 15 പ്രോയോ അല്ലെങ്കിൽ 14 പ്രോയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന വീഡിയോസിൻ്റെ ഔട്ട്പുട്ടൊക്കെ വേറെ ലെവലാണ്. 15 ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 13 14 പോലെയല്ല, ഫോട്ടോസ് എടുക്കാനും ഇത് അത്യാവശ്യം നല്ല ഡിവൈസാണ്. നമുക്ക് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നല്ല സൂപ്പർബായിട്ടുള്ള ഫോട്ടോസ് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. സോ അറ്റ് ദ ടൈം ഇത് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. പിന്നെ വീഡിയോ എടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കിഡിലനാണ്. അതേപോലെ തന്നെ ഫോട്ടോസും ഇതിൽ നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ക്യാമറയാണ്. പക്ഷേ വൈഡ് ലെൻസിലേക്ക് ഇടുമ്പോൾ ലോ ലൈറ്റിൽ കുറച്ച് ഗ്രെയിൻസ് ഒക്കെ കയറും. അതല്ലാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇറ്റ്സ് റിയലി ഗുഡ്. അടിപൊളി ഒരു ക്യാമറ ഡിവൈസാണ് 15 എന്ന് പറയുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 15 എന്ന് പറയുന്ന ഫോൺ വളരെ വെൽ പെർഫോമിംഗ് ആണ്. നല്ല രീതിക്ക് നമുക്ക് എന്ത് പരിപാടി നടക്കും. ഈ ചൂടാവുന്ന ഇഷ്യൂ ഞാൻ പറഞ്ഞു, നല്ല രീതിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് ഹീറ്റിങ്ങും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും പെർഫോമൻസിനെ അത് ബാധിക്കുന്നില്ല. നല്ല രീതിക്ക് നമുക്ക് എല്ലാ പരിപാടികളും എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ പല പല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില ബഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോൾ വരുമ്പോൾ നമുക്ക് കോൾ എടുക്കാൻ പറ്റാതെ വരാറുണ്ട്. പിന്നെ ക്യാമറ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് അൺലോക്ക് ചെയ്ത് ഒന്നും കൂടി എടുക്കേണ്ടി വരും. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ, അത് സോഫ്റ്റ്വെയർ പരമായിട്ട് പ്രശ്നങ്ങളാണ്. ഹാർഡ്വെയർ ആയിട്ട് അങ്ങനെ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. സോ ഇതൊക്കെ അല്ലാതെ നമ്മുടെ 15ൻ്റെ യൂസർ എക്സ്പീരിയൻസും പെർഫോമൻസും പൊളിയാണ്. പിന്നെ ഈ ഫോണിൻ്റെ മെയിനായിട്ടൊരു കാര്യം അതാണ് ബാറ്ററി ഹെൽത്ത്. അതെല്ലാവരും അറിയാൻ താല്പര്യമുള്ളൊരു സംഭവമാണ്. ഈ ഒരു കാര്യത്തിൽ പല ആളുകൾക്കും പല ഒരു അഭിപ്രായമാണ്. കാരണം ചിലവർ പറയുന്നത് 1 വർഷം കൊണ്ട് അവർക്ക് 5% ഇറങ്ങി, 8% ഇറങ്ങി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. മാക്സിമം അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. 8% ഒക്കെ എനിക്ക് ഇറങ്ങിയിട്ടുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോണാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അടുത്ത ആളുകൾ, ഞാൻ എടുത്തു കൊടുത്ത 15 എടുത്തു കൊടുത്ത ആളുകളായിരുന്നാൽ പോലും അത്യാവശ്യം ബാറ്ററി ഹെൽത്ത് അവരുടെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ എന്ന് പറയുന്നതിൻ്റെ ബാറ്ററി ഹെൽത്ത് 87% നിലവിൽ, 87%. അപ്പോൾ ഞാൻ ഫോൺ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മെയിനായിട്ട് ബാറ്ററി ഹെൽത്ത് ഇറങ്ങാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഫോൺ ചൂടാവുന്ന സമയത്ത് ചാർജ് ചെയ്തിടുക, അതേപോലെ തന്നെ ഫോൺ ചൂടായിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് ഇറങ്ങും. അതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് 5% ഇറങ്ങിയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ ഓപ്റ്റിമൈസ്ഡ് ചാർജിങ് എന്നുള്ളൊരു ഫീച്ചർ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഫോൺ അധികം ചൂടാക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിട്ടും. iPhone 14ൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു എന്നുള്ളത്, വെറുതെ കുറഞ്ഞു പോയിരുന്നു. നമ്മളിപ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ യൂസ് ചെയ്താൽ പോലും ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഒറ്റടിക്ക് 5%, 4% ഒക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സിനേറിയോ ഞാൻ 15നെ പറ്റി കേട്ടിരിക്കുന്നത് വളരെ കുറവാണ്. അത്യാവശ്യം യൂസ് ചെയ്യുന്നതിന് 2 പ്രാവശ്യം വരെ ഒരു ദിവസത്തിൽ ഇപ്പോൾ കുത്തിരേണ്ട ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂസ് ഇല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് രാവിലെ കുത്തിയിട്ട് കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ വരെ കിട്ടും. പക്ഷേ ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടൈംസ് കൺഫേം ആണ്, എന്തായാലും കുത്തിയിടണം. സോ ഗൈസ്, മെയിനായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ, അതിനുള്ള ഉത്തരം ഞാൻ എന്തായാലും തരുന്നതാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടെക് ട്രാമ്പ്, സൈനിങ് ഓഫ്.